ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഈ കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ്. 8ാം ക്ലാസ്സിലെ ബയോളജി, ക്ലാസ് 8 ബയോളജി ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ അധികം വായിക്കലുണ്ടാവില്ല, അധികം റീഡ് ചെയ്യില്ല, ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞുപോളൂ. ആൻസേഴ്സ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ചൂസ് ചെയ്തിട്ട് എഴുതേണ്ട ആൻസേഴ്സ് ആണ്, രണ്ടെണ്ണം ഉള്ളത്. ചൂസ് ദി കറക്റ്റ് വൺ ഫ്രം ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. ബയോ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് 1ഉം 4ഉമാണ് കേട്ടോ. അതായത് ഡു നോട്ട് ഹാം എയ്തർ ദി ടെക്സ്ചർ ഓഫ് ദി സോയിൽ ഓർ ദ ഡീകമ്പോസേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ന്യൂട്രിയൻസ് റിലീസ്ഡ് ഫ്രം ബയോ റെസിഡ്യൂസ്. ഈ രണ്ടെണ്ണവും വരുന്നതാണ് ആൻസർ ശരി, അതായത് സി ആണ് ശരിയായത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോകാരിയോട്ടിക് സെൽസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റ് ആയത് സെലക്ട് ചെയ്യുക. ഓപ്ഷൻ 1ഉം 4ഉം തന്നെയാണ് ഇവിടെയും കറക്റ്റ്. 1 ഫ്യൂ സെൽ ഓർഗനൽസും 4 മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആബ്സെൻറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ദി ഇലസ്ട്രേഷൻ ആണ്. സ്മാർട്ട് ഫാമിംഗ് ഉണ്ട്. ഇവിടെ എ ബി നമ്മൾ ഫില്ല് ചെയ്യണം. ആൻസർ നോക്കാം. എ വരുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്, ഇതാട്ടോ. ഇത് IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വരും. അതുപോലെ തന്നെ ബി വരുന്നത് പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻസ് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ് ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ഈസ് ഡിറ്റക്റ്റഡ് ആൻഡ് പ്രൊവൈഡഡ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫോളോയിങ് സയൻറ്റിസ്റ്റിൽ സിഡ്നി ഫോക്സിനെയും ജോൺ ഓറോനെയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോ മാർക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വേണ്ട കേട്ടോ. എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. സിഡ്നി ഫോക്സ് സിന്തസൈസ്ഡ് മോളിക്യൂൾ സിമിലർ ടു പ്രോട്ടീനോയിഡ്സ് ആണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. ജോൺ ഓറോ സിന്തസൈസ്ഡ് ദ നൈട്രജൻ ബേസ് അഡിനൈൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് അയാളെ കുറിച്ച് വരിക. നെക്സ്റ്റ് വരുന്നത് നമുക്ക് 5th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3ഉം 4ഉം നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്തെടുക്കുക. ഇത് ആൻസേഴ്സ് ആണ് പറയുന്നത്, ആൻസേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻസർ ഇല്ലാന്ന് ആരും കമൻറ്റ് ചെയ്യരുത്. നെക്സ്റ്റ് 5ാമത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ ആൻഡ് ആൻസർ ദി ഗിവൺ ക്വസ്റ്റ്യൻസ്. അതിൽ എ എന്ന് പറയുന്നത് വിച്ച് ഇറിഗേഷൻ മെത്തേഡ് ഈസ് ഗിവൺ ഇൻ ദ പിക്ചർ. ബി അതുപോലെ 2 അഡ്വാൻറ്റേജസും എഴുതാനാണ്. ആൻസർ നോക്കാം. 5ാമത്തതിൻ്റെ എ വിക്ക് ഇറിഗേഷൻ ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് വാട്ടർ റീച്ചസ് ടു ദ റൂട്ട്സ്, ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ് ആണ്. നെക്സ്റ്റ് ഒബ്സർവ് ദി ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മളത് പിൻ ചെയ്യുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്സ് വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിൽ കമൻറ്റിൽ ആ തെറ്റ് ശരിയായത് നമ്മൾ ശരിയാക്കി പിൻ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻസും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം എപ്പോഴും. 6th ഒബ്സർവ് ദി ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആണ്. പ്ലാന്റ് ന്യൂട്രിയൻസ് അതിൽ നമുക്ക് 1, അതുപോലെ 2, 3 അത് ഫില്ല് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. 1 മാക്രോ ന്യൂട്രിയൻസ് ആണ്. ദീസ് ആർ റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. 2 എന്താ വരിക? ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയൺ, മൊളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ. 1ഉം 3ഉം കേട്ടോ. ബിയിൽ വരുന്നതാണ്. 2 and 3 വരുന്നതാണ്. 2, 3 മൈക്രോ ന്യൂട്രിയൻസിൻ്റെ പേര് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ ഐഡൻറ്റിഫൈ 2 and 3 എന്ന് പറഞ്ഞതിലാണ് ഇപ്പോൾ ഞാൻ ഈ ആൻസേഴ്സ് പറഞ്ഞത്. 1 എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സംഭവം, മാക്രോ ന്യൂട്രിയൻസ്. അതുപോലെ തന്നെ അടുത്ത് 2ഉം 3ഉമാണ് ഈ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 7 ആണ്. 7 ഇവിടെ തന്നിരിക്കുന്ന പ്രിമിറ്റീവ് സെല്ലോൺ എർത്തിൻ്റെ ഫില്ലപ്പ് ചെയ്യുക. ആദ്യത്തെ ബോക്സും ലാസ്റ്റ് ബോക്സും അവർ തന്നിട്ടുണ്ട്. എയും ബിയും മാത്രം നമുക്ക് നോക്കാനുള്ളൂ. ആദ്യത്തെ ഫോർമേഷൻ ഓഫ് സിമ്പിൾ ബയോമോളിക്യൂൾസ് ഇൻ ഓഷ്യൻ ആണ്. അടുത്തത് എന്താ? ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് ആണ്. അതിവിടെ എഴുതുക, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് എന്ന്. ദെൻ ബി വരുന്നത് കോംപ്ലക്സ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് ലിപ്പിഡ് ഷീത്ത് അറൗണ്ട് ഇറ്റ് ഫോംസ്. ഓക്കെ, കോംപ്ലക്സ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് ലിപ്പിഡ് ഷീത്ത് അറൗണ്ട് ഇറ്റ് ഫോംസ് ആണ് എന്തിൽ വരിക? നെക്സ്റ്റ് 7 ബിയിൽ വരിക കേട്ടോ. നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യനിൽ ഐഡൻറ്റിഫൈ എ ആൻഡ് ബി ഇലസ്ട്രേറ്റഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സെൽ ഓർഗനൽസ്. ഇത് യൂകാരിയോട്ടിക് സെല്ലാണ്. യൂകാരിയോട്ടിക് സെല്ലിൽ നമുക്ക് ഇവിടെയും ഫില്ല് ചെയ്യാനുണ്ട് എ, തന്നെ ഇവിടെ ബി.
എ ഫില്ല് ചെയ്യേണ്ടത് എൻഗൾഫിംഗ് ആൻഡ് എയറോബിക് ബാക്ടീരിയം എന്നാണ് ഇവിടെ വരിക. എൻഗൾഫിംഗ് അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, എൻഗൾഫിംഗ് ആൻഡ് എയറോബിക് ബാക്ടീരിയം. ബിയുടെ ആൻസർ വരിക ഇൻസ്റ്റെഡ് ഓഫ് ഡൈജസ്റ്റിംഗ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയം ഇറ്റ് ഗെറ്റ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ഗ്രാജുവലി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ക്ലോറോപ്ലാസ്റ്റ്. അത് ഇവിടെയാണ് വരിക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 8 ആണ്. 8A 8B എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. 8Aയിൽ തന്നെ AB എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാം. 8Aയിൽ A possibility of incorporating hydroponics and aeroponics. 8B crops are grown vertically stacked layer by layers. നെക്സ്റ്റ് നമുക്ക് 8B ഓർ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. 8Bയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. റൈറ്റ് ടു അഡ്വാൻറ്റേജസ് ആണ്. ഈസിലി അബ്സോർബിൾ, റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. ബി വരുന്നത് യെസ്, സിൻസ് ദീസ് ആർ കെമിക്കൽസ് എക്സസീവ് ആപ്ലിക്കേഷൻ ഇസ് ഹാർംഫുൾ ടു സോയിൽ ടെക്സ്ചർ ആൻഡ് ദി ഡീകമ്പോസസ്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഇലസ്ട്രേഷൻ നോക്കിയിട്ട് ആൻസർ ദി ക്വസ്റ്റ്യൻ ആണ്. അതിൽ എ ക്വസ്റ്റ്യൻ ഏത് തിയറി ഓഫ് ഇവല്യൂഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്, തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ ആണ്. ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദി എനർജി സോഴ്സ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഇവിടെ എക്സും വൈയും തന്നിട്ടില്ലേ, അത് എന്ത് എനർജിയാണ് നമ്മൾ എഴുതണം. എക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്പാർക്കാണ്, വൈ അമിനോ ആസിഡ് ആണ്, അത്രയേ ഉള്ളൂ. പിന്നെ സിറ്റുവേഷൻ, നോട്ട് വേർ ദി സിറ്റുവേഷൻ എക്സിസ്റ്റഡ് ഓൺ ചോദിച്ചാൽ സൺലൈറ്റ്, UV റേസ്, ലൈറ്റ്നിങ്, വോൾക്കാനിക് ഇറപ്ഷൻ ആസ് എനർജി സോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൽ വരിക. നെക്സ്റ്റ് 10th വരുന്നത് 10ലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 10A അല്ലെങ്കിൽ 10B ആൻസർ ചെയ്താൽ മതി. 10Aയിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ആർ GM ക്രോപ്സ് ഡെവലപ്ഡ്, വൈ ഈസ് ഇറ്റ് നെസസറി ടു മെയിൻറ്റെയിൻ ലോക്കൽ വെറൈറ്റീസ്. അപ്പോൾ 10Aയിലെ A ക്വസ്റ്റ്യൻ നോക്കാം. GM crops are developed by altering its genetic constitution through genetic engineering. അതുപോലെ why is it necessary to maintain local varieties in answer? Local varieties are nutritious, well suited to the local environment, natural resistance to pests and diseases, require minimal fertilizer and pesticides. ഇനി ബി എന്ന് പറയുന്നത് സജസ്റ്റ്, ബിയിൽ എ ക്വസ്റ്റ്യൻ സജസ്റ്റ് എനി 2 methods that can be adopted for this ആണ്. ഇതാണ് കേട്ടോ പറയണത്. ഓർ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വൺ ആണ്. 2 മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ, നെറ്റ്സ് ആൻഡ് ട്രാപ്സ് യൂസിങ് ഫോർ ഫ്രണ്ട്ലി പെസ്റ്റ്, യൂസിങ് പെസ്റ്റിസൈഡ്സ്, യൂസ് ഓഫ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് വരും. നെക്സ്റ്റ് വരുന്നത് നെയിം ദിസ് ടൈപ്പ് ഓഫ് പെസ്റ്റ് കൺട്രോൾ, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻ. നമ്മൾ 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ റീഡ് ചെയ്തിട്ടില്ല, ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. സപ്പോസ് ക്വസ്റ്റ്യൻ പേപ്പർ മിസ്സായവർക്ക് വേണ്ടിയാണ് ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നോട്ട് ചെയ്യുക, ആവശ്യമുള്ളവർ നോട്ട് ചെയ്തെടുക്കുക. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.